സ്റ്റുഡൻസ് സിവിൽ ടിപ്സ് PHയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയിൻ സർവേ എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. സർവേയിൽ ചെയിൻ സർവേ എന്ന ചാപ്റ്ററാണ് നോക്കുന്നത്. ചെയിൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ചെയിൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ചെയിനിങ് എന്താണെന്ന് ആദ്യം നോക്കാം. ചെയിനിങ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. ചെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടേപ്പോ ചെയിനോ യൂസ് ചെയ്തിട്ട് ടേപ്പോ ചെയിനോ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ലീനിയർ മെഷർമെൻ്റ് എടുക്കുന്ന പ്രോസസ്സിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ ടേപ്പോ ചെയിനോ യൂസ് ചെയ്തിട്ട് ലീനിയർ മെഷർമെൻ്റ് എടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്തോന്ന് പറയുന്നത്, ചെയിനിങ് എന്ന് പറയുന്നത്. ദെൻ ഈ ചെയിനിങ് നമ്മൾ ചെയ്യുന്നത് ഏരിയ എപ്പോഴായിരിക്കും? വലിയ ഏരിയാസിൽ നമ്മൾ ചെയിൻ യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ഒരു സ്മോൾ ഏരിയ ആയിരിക്കണം അല്ലേ? സ്മോൾ ഏരിയ ആയിരിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ലെവൽ സർഫേസ് ആയിരിക്കണം. ഒരു മീഡിയം ഒരു ലെവൽ സർഫേസ് ആയിരിക്കണം. ഒരു ചെറിയൊരു ലെവൽ സർഫേസ് ആയിരിക്കണം. അതായത് മോഡറേറ്റ്ലി ലെവൽ ഗ്രൗണ്ട് ആയിരിക്കണം. അതുപോലെ തന്നെ ഓപ്പൺ ഏരിയ ആയിരിക്കണം. അതായത് ഒരു ഒബ്സ്ട്രക്ഷൻസ് വലുതായിട്ടുള്ള കൂടുതൽ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഓപ്പൺ ഏരിയ ആയിരിക്കണം. എന്തോന്ന് പറയുന്നത്, നമ്മൾ ചെയിൻ യൂസ് ചെയ്ത് സർവേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഏരിയ, അതായത് അങ്ങനത്തെ ഏരിയാസിലായിരിക്കും നമ്മൾ ചെയിൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു 800 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്റർ ഏരിയയൊക്കെ നമ്മൾ ചെയിൻ ഉപയോഗിച്ചിട്ട് സർവേ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണല്ലേ. സോ നമ്മൾ ഒരു സ്മാൾ ഏരിയ ആയിരിക്കും. അതുപോലെ തന്നെ മോഡറേറ്റ്ലി ലെവൽ ഗ്രൗണ്ട് ആയിരിക്കും. ദെൻ ഒബ്സ്ട്രക്ഷൻസ് കുറവായ ഒരു ഫ്യൂ ഡീറ്റെയിൽസ് ഓഫ് ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഓപ്പൺ ഏരിയ ആയിരിക്കും. ഒബ്സ്ട്രക്ഷൻസ് കുറവായ ഒരു ഓപ്പൺ ഏരിയാസ് ആയിരിക്കും നമ്മൾ സർവേക്ക് ചെയിൻ ഉപയോഗിച്ച് സർവേ ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദെൻ അടുത്ത് നോക്കാം പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ. പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയാങ്കുലേഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ എന്ന് പറയുന്നത് ട്രയാങ്കുലേഷൻ ആണ്. അത് മറന്നു പോകരുത്. പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കുലേഷൻ ആണ്. ഈ ട്രയാങ്കുലേഷൻ എങ്ങനെയാണ്? ഒരു പ്ലോട്ട് നമുക്കറിയാം. ഒരു പ്ലോട്ടിനെ നമ്മളൊരു കുറേ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ട്രയാങ്കിളിനെയും നമ്മൾ പ്രത്യേകിച്ച് ഏരിയ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഏരിയ ആഡ് ചെയ്യും. അങ്ങനെയാണ് ഈ ട്രയാങ്കുലേഷൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഒരു പ്ലോട്ടിനെ ട്രയാങ്കിൾസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ട്രയാങ്കിൾസ് എങ്ങനെയായിരിക്കണം? ട്രയാങ്കിൾസ് ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ഈ ട്രയാങ്കിൾസ് എങ്ങനത്തുള്ള ട്രയാങ്കിൾസ് ആയിരിക്കണം? വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിരിക്കണം. ഈ ട്രയാങ്കിൾ നമ്മൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിരിക്കണം. ഈ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിക്കും 120 ഡിഗ്രിക്കും ഇടയിലായിരിക്കണം. അതായത് 30 ഡിഗ്രിയേക്കാളും കുറയാനും പാടില്ല, 120 ഡിഗ്രിയേക്കാളും കൂടാനും പാടില്ല. ആംഗിൾ 30 ഡിഗ്രിയേക്കാളും കുറയാനും പാടില്ല, 120 ഡിഗ്രിയേക്കാളും കൂടാനും പാടില്ല. അങ്ങനത്തുള്ള ട്രയാങ്കിൾസിനെയാണ് എന്തോന്ന് പറയുന്നത്? വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ വെൽ കണ്ടീഷനിൽ തന്നെ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് കുറച്ചുകൂടി ഒരു ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറച്ചുകൂടെ ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമായിട്ട് പറഞ്ഞാൽ ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയാം. ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിളിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇക്വലേറ്റർ ട്രയാങ്കിൾ അറിയാം. എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡും ഈക്വൽ ആയിരുന്നാൽ അതിനെ ഇക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നു. അത് ഒരു ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിളിന് ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിളിന് മറ്റൊരു എക്സാമ്പിളാണ് നമുക്കറിയാം ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ? ഐസോസിലസ് ട്രയാങ്കിൾ നമുക്കറിയാം. ഐസോസിലസ് ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും? രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. ഐസോസിലസ് ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും? അവിടെ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഈ ഐസോസിലസ് ട്രയാങ്കിൾ ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? അവിടെ 56 ഡിഗ്രി 14 മിനിറ്റ് ആയിരിക്കണം. ഈ ആംഗിൾ, ഈ ഓരോ ആംഗിളും, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈ രണ്ട് ആംഗിളും എത്ര ആയിരിക്കണം? 56 ഡിഗ്രി 14 മിനിറ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഐസോസിലസ് ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഈ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ അല്ലാത്ത ട്രയാങ്കിൾസിനെ എന്തോന്ന് പറയൂടാ, ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഓക്കെ, വെൽ കണ്ടീഷൻ അല്ലാത്ത ട്രയാങ്കിൾസിനെ നമ്മൾ എന്തോന്ന് പറയുന്നു, ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയിൽ നമ്മൾ എന്തോന്ന് പഠിച്ചു, പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ എന്താണ്, ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണെടാ, ട്രയാങ്കുലേഷൻ ആണ്. ഈ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞു നമ്മളൊരു പ്ലോട്ടിനെ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ട്രയാങ്കിൾസ് എങ്ങനെയുള്ളതായിരിക്കണം, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിരിക്കണം. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിരിക്കണം, അതായത് ആംഗിൾ 30 ഡിഗ്രിക്ക് കുറയാനും പാടില്ല, എന്നാൽ 120 ഡിഗ്രിക്ക് കൂടാനും പാടില്ല. അങ്ങനത്തുള്ള ട്രയാങ്കിൾസിനെയാണ് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ അല്ലാത്ത ട്രയാങ്കിളിനെ നമ്മൾ എന്തോന്ന് പറയുന്നു, ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ അടുത്ത ടൈമാണ് ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിൾ. ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിളിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ് ഒരു എക്സാമ്പിൾ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിലുള്ള ഒരു കണ്ടീഷൻ എന്താണ്, അവിടുത്തെ ആംഗിൾ, അതായത് ഐസോസെലസ് ട്രയാങ്കിൾ രണ്ട് സൈഡ് ഈക്വലും രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും, അതൊരു കണ്ടീഷൻ തന്നെയാണ്. അത് പോയിട്ട് ആ ആംഗിൾ എന്ന് പറയുന്നത് 56 ഡിഗ്രി 14 മിനിറ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ചെയിനിങ്ങിൽ ബെസ്റ്റ് കണ്ടീഷൻ, അതായത് ട്രയാങ്കിൾസിൽ ബെസ്റ്റ് കണ്ടീഷൻ്റെ ട്രയാങ്കിൾ എന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻ, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്, താഴെ തന്നിരിക്കുന്നവയിൽ അല്ലെങ്കിൽ ഒരു താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് നമ്മൾ ട്രയാങ്കിൾസ് ആയിട്ട് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഇക്വലേറ്റർ ട്രയാങ്കിൾ വരാം, അതുപോലെ തന്നെ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ വരാം, ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ വരാം, ദെൻ ഐസോസെലസ് ട്രയാങ്കിളും വരാം. ഓക്കെ, അവിടെ ആൻസർ ഏതായിരിക്കും, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ ആയിരിക്കും. വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളാണ് നമ്മൾ സർവേക്ക് വേണ്ടി, വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദെൻ അതിൽ ഈ ഐസോസെലസ് ട്രയാങ്കിൾ, ഇനി വെൽ കണ്ടീഷൻഡ് ഓപ്ഷൻ ഇല്ല എങ്കിൽ ഇക്വലേറ്റർ ട്രയാങ്കിളും വരാം, ഐസോസെലസ് ട്രയാങ്കിൾ വരാം, അതുപോലെ തന്നെ നൺ ഓഫ് ദീസ്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഏതായിരിക്കും എടുക്കേണ്ടത്, ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇനി വേറൊരു ഓപ്ഷൻ ഇക്വലേറ്റർ ട്രയാങ്കിൾ ഓപ്ഷനിലുണ്ട്, ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്, ഓപ്ഷൻ എ ആൻഡ് ബി എന്ന് ഉണ്ട്, ദെൻ നൺ ഓഫ് ദീസ് ഉണ്ടെങ്കിൽ ഏതെടുക്കും, അവിടെ നമ്മൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണ് എടുക്കേണ്ടത്. കാരണം എന്താണ്, ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഐസോസെലസ് ട്രയാങ്കിളിൽ ഇപ്പം 56 ഡിഗ്രി 14 മിനിറ്റ് ആംഗിൾ വരാത്ത കുറേ ഐസോസെലസ് ട്രയാങ്കിൾസ് ഉണ്ട്. സോ അതൊന്നും നമുക്ക് ഈ ഒരു ബെസ്റ്റ് കണ്ടീഷൻ ട്രയാങ്കിൾ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. 56 ഡിഗ്രി 14 മിനിറ്റ് ആംഗിൾ വരുന്ന ഐസോസെലസ് ട്രയാങ്കിൾസ് മാത്രമാണ് ഈ ഒരു ബെസ്റ്റ് കണ്ടീഷൻ ട്രയാങ്കിളിൽ ഉൾപ്പെടുന്നത്. സോ ഓപ്ഷനിൽ ഐസോസെലസ് ട്രയാങ്കിൾ വിത്ത് 56 ഡിഗ്രി 14 മിനിറ്റ് എന്നൊരു ആംഗിളിൻ്റെ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഈ ചെയിനിങ്ങിനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ചെയിൻ സർവേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് നോക്കേണ്ടത്. ആദ്യത്തേതാണ് നമുക്കറിയാം ചെയിൻ. ഓക്കെ, ചെയിൻ ആണ് ആദ്യത്തെ. ചെയിൻ എത്ര ടൈപ്സ് ഉണ്ട്, പ്രധാനമായിട്ടും ചെയിൻ 2 ടൈപ്സ് ഉണ്ടല്ലോ, 2 ടൈപ്സ് ഉണ്ട്. മെട്രിക് ചെയിൻ ഉണ്ട്, നോൺ മെട്രിക് ചെയിൻ ഉണ്ട്. ഓക്കെ, ചെയിൻ എത്ര ടൈപ്സ് ഉണ്ട്, മെട്രിക് ചെയിൻ ഉണ്ട്, നോൺ മെട്രിക് ചെയിൻ ഉണ്ട്. മെട്രിക് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മെട്രിക് ചെയിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എത്ര മീറ്ററിലൊക്കെയാണ്, 5 മീറ്റർ, 10 മീറ്റർ, 20 മീറ്റർ, 30 മീറ്റർ, ഈ ഒരു ലെങ്തിലൊക്കെ നമുക്ക് ഈ മെട്രിക് ചെയിൻ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ കോമൺ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് ലെങ്തിലാണ്, 20 മീറ്ററും 30 മീറ്ററുമാണ് നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെട്രിക് ചെയിൻ. ഓക്കെ, ഇനി ഈ മെട്രിക് ചെയിനിൽ നിങ്ങൾ ഞാനൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ മെട്രിക് ചെയിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മെട്രിക് ചെയിനിൽ നമ്മൾ ലിങ്കിൻ്റെ കാര്യം, ലിങ്ക് അറിയായിരിക്കില്ലായിരിക്കും അല്ലേ. സോ അതിനുമുമ്പേ ഈ ഒരു മെട്രിക് ചെയിൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, 4 mm ഡയമീറ്ററുള്ള ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ കൊണ്ടിട്ടാണ് ഈ മെട്രിക് ചെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, മെട്രിക് ചെയിൻ എന്ത് മെറ്റീരിയലാണ്, 4 mm ഡയമീറ്ററുള്ള, ഓക്കെ 4 mm ഡയമീറ്ററുള്ള ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ കൊണ്ടിട്ടാണ് ഈ ഒരു മെട്രിക് ചെയിൻ, അതായത് ആ മെട്രിക് ചെയിൻ്റെ ലിങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ ലിങ്ക് ഇപ്പം ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് ഈ ഫിഗറിലോട്ട് വരാം. ഓക്കെ, ഇതാണ് ഒരു മെട്രിക് ചെയിൻ. ഓക്കെ, ഇതാണ് ഒരു മെട്രിക് ചെയിൻ. ഈ മെട്രിക് ചെയിൻ്റെ ലിങ്ക്സ് നമ്മൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞു. മെട്രിക് ചെയിൻ്റെ ലിങ്ക് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ കൊണ്ടാണ്. ഓക്കെ, ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ലിങ്കിൻ്റെ ഡയമീറ്റർ എത്രയാണ്, 4 mm ഡയമീറ്ററാണ്. ഇനി ഇതിൻ്റെ ഹാൻഡിൽ, ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡിൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഹാൻഡിൽ ബ്രാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഹാൻഡിൽ ബ്രാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലിങ്ക് എന്ന കാര്യത്തിലേക്ക് വരാം. ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ, ഓക്കെ അതിനു മുന്നേ ഈ ഒരു ചെയിൻ നിങ്ങൾ കണ്ടാണ്. ഓക്കെ, ഇതൊരു ചെയിനിൻ്റെ ഫിഗറാണ്. ഈ ചെയിനിൽ
ഈ ഒരു പോർഷൻ ഓക്കെ, അതായത് ഞാൻ ഈ റെഡ് കൊണ്ട് വരച്ചിരിക്കുന്ന പോർഷനെ കണക്ട് ചെയ്തുകൊണ്ട് 3 റിങ്സ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, 3 റിങ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഞാൻ ഫസ്റ്റ് ഒന്നുകൂടെ വരയ്ക്കാം. ഞാൻ ഈ റെഡിട്ട് വരച്ചിരിക്കുന്ന ലിങ്കിൻ്റെ എൻഡാണ്. ഓക്കെ, അതൊരു ലിങ്കിൻ്റെ എൻഡാണ്. ആ ലിങ്കിനെ കണക്ട് ചെയ്തുകൊണ്ട് 3 മെറ്റൽ റിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 മെറ്റൽ റിങ് കൊടുത്തിട്ടുണ്ട്. ആ മെറ്റൽ റിങ്ങിൻ്റെ സെൻറ്റർ മുതൽ അതുപോലെ അടുത്ത മെറ്റൽ റിങ് ഉണ്ടാവും അല്ലേ, അടുത്ത മെറ്റൽ റിങ്ങിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ഒരു ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്, 20 സെൻറ്റിമീറ്റർ ആണ്. ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്, 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു ഞാൻ, അതായത് ലിങ്കിനെ കണക്ട് ചെയ്തിട്ട് 3 സർക്കുലാർ അല്ലെങ്കിൽ ഓവൽ മെറ്റൽ റിങ് ഉണ്ടാവും. ഓക്കെ, ലിങ്കിനെ കണക്ട് ചെയ്തിട്ട്, ഇതാണ് ഞാൻ ഈ റെഡിൽ വരച്ചിരിക്കുന്നതാണ് ലിങ്ക്. ഓക്കെ, ഇതാണ് ലിങ്ക്. ഈ ലിങ്കിനെ കണക്ട് ചെയ്തിട്ട് ആ ഒരു ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന 3 മെറ്റൽ റിങ് ഉണ്ടാവും. ഓക്കെ, ഈ 3 മെറ്റൽ റിങ്ങിൻ്റെ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ മുതൽ അടുത്ത മെറ്റൽ റിങ്ങിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് 1 ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ചെയിനിൻ്റെ ഫസ്റ്റ് ലിങ്ക് നമ്മൾ ഏത് മുതൽ ഏത് വരെയാണ് ഈ എടുക്കുന്നത്, നമ്മൾ ഹാൻഡിലിൻ്റെ എൻഡ് മുതൽ ഹാൻഡിലിൻ്റെ ഔട്ടർ മുതൽ ഈ 3 മെറ്റൽ റിങ്ങിൻ്റെ മിഡിൽ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡിലിൻ്റെ ഔട്ടർ മുതൽ അടുത്ത് കാണുന്ന 3 മെറ്റൽ റിങ്ങിൻ്റെ മിഡിൽ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മളൊരു മെട്രിക് ചെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് ഏത് മുതൽ ഏത് വരെ ആയിരിക്കും, ഈ ഒരു ഹാൻഡിലിൻ്റെ ഔട്ടർ മുതൽ അടുത്ത ഓപ്പോസിറ്റ് ഹാൻഡിലിൻ്റെ, അതായത് ചെയിനിൻ്റെ എൻഡിലും ഒരു ഹാൻഡിലുണ്ടാവും, ആ ഹാൻഡിലിൻ്റെ ഔട്ടർ സർഫേസ് വരെയുമുള്ള ഡിസ്റ്റൻസിനാണ് ഒരു ചെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു, ചെയിനിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ലിങ്കിനെ കണക്ട് ചെയ്തിട്ട് 3 മെറ്റൽ റിങ് ഉണ്ടാവും. ഈ മെറ്റൽ റിങ്ങിൻ്റെ സെൻറ്റർ മുതൽ അടുത്ത മെറ്റൽ റിങ്ങിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ ഹാൻഡിലിൻ്റെ ഔട്ടർ മുതൽ 3 മെറ്റൽ റിങ്ങിൻ്റെ സെൻറ്റർ വരെയുള്ള ആദ്യത്തെ 3 മെറ്റൽ റിങ്ങിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു ചെയിനിൻ്റെ ടോട്ടൽ ലെന്ത് പറയുന്നത് ഹാൻഡിലിൻ്റെ ഔട്ടർ എൻഡ് മുതൽ ചെയിനിൻ്റെ എൻഡ് ഭാഗത്തുള്ള ഹാൻഡിലിൻ്റെ ഔട്ടർ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ചെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, 20 മീറ്റർ ചെയിനിൽ എത്ര ലിങ്ക് ഉണ്ടാവണം, 20 മീറ്റർ ചെയിനിൽ എത്ര ലിങ്ക് ഉണ്ടാവും, 100 ലിങ്ക് ഉണ്ടാവും. ഓക്കെ, 20 മീറ്റർ ചെയിനിൽ എത്ര ലിങ്ക് ഉണ്ടാവും, 100 ലിങ്ക് ഉണ്ടാവും. അതേപോലെ 30 മീറ്റർ ചെയിനിലോ 30 മീറ്റർ ചെയിനിൽ 150 ലിങ്ക്സ് ഉണ്ടാവും. ഓക്കെ, 30 മീറ്റർ ചെയിനിൽ 150 ലിങ്ക്സ് ഉണ്ടാവും. ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. ചെയിൻ കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ലിങ്ക്സ്. ഓക്കെ, ചെയിനിൽ നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ട്. ഈ ലിങ്ക്സ് മെയ്ഡ് ഓഫ് ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ ഓഫ് 4 mm ഡയമീറ്റർ, 4 mm ഡയമീറ്ററുള്ള ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വെച്ചിട്ടാണ് ആ ലിങ്ക്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഒരു ലിങ്കിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ദെൻ 2 adjacent links. Okay, 2 adjacent links are connected by means of 3 circular or oval metal ring. Okay, സർക്കുലാറോ അല്ലെങ്കിൽ ഓവൽ മെറ്റൽ റിങ്ങോ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള 2 ലിങ്കിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കൂടുതലും സർക്കുലർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ലെങ്ത് ഓഫ് 1 ലിങ്ക് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം 1 സെൻട്രൽ മെറ്റൽ റിങ് ടു ദ നെക്സ്റ്റ് സെൻട്രൽ മെറ്റൽ റിങ്. അതാണ് ഞാൻ പറഞ്ഞത്, 3 റിങ് ഉണ്ടാവും. ആ 3 മെറ്റൽ റിങ്ങിൻ്റെ സെൻറ്റർ മുതൽ അടുത്ത 3 റിങ്ങിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒരു ലിങ്ക് ആയിട്ട് എടുക്കുന്നത്. സോ നമ്മൾ വീണ്ടും പറഞ്ഞു, 20 മീറ്റർ ചെയിനിൽ എത്ര ലിങ്ക് ഉണ്ടാവും, 100 ലിങ്ക് ഉണ്ടാവും. അതുപോലെ 30 മീറ്റർ ചെയിനിൽ 150 ലിങ്ക് ഉണ്ടാവും. ഓക്കെ, ദെൻ അടുത്ത് എൻഡ് ഓഫ് ദ ചെയിൻ ആർ പ്രൊവൈഡഡ് വിത്ത് ബ്രാസ് ഹാൻഡിൽ. ഓക്കെ, ചെയിനിൻ്റെ 2 എൻഡിലും ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഹാൻഡിൽ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ബ്രാസ് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയുള്ള ജോയിൻ്റ് ഏതാണ്, അവിടുത്തെ ജോയിൻ്റ് സിവൽ ജോയിൻ്റ് അല്ലെങ്കിൽ ഐ ബോൾട്ട് കണക്ഷൻ എന്ന് പറയാം. ഓക്കെ, സിവൽ ജോയിൻ്റ് അല്ലെങ്കിൽ ഐ ബോൾട്ട് കണക്ഷൻ എന്ന് പറയും. ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ജോയിൻ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി, അതായത് നമുക്ക് ചെയിൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്യണം. ഓക്കെ, വലിക്കുകയൊക്കെ ചെയ്യണം. സോ ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സിവൽ അല്ലെങ്കിൽ ഐ ബോൾട്ട് കണക്ഷൻ എന്ന് പറയുന്ന ജോയിൻ്റ് അല്ലെങ്കിൽ
ഐ ബോൾട്ട് കണക്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് പറയുന്നത് ടോട്ടൽ ലെങ്ത്. ഓക്കെ, ടോട്ടൽ ലെങ്ത് എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? ടോട്ടൽ ലെങ്ത് ഓഫ് ദ ചെയിൻ ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് വൺ ഹാൻഡിൽ ടു ദ ഔട്ട്സൈഡ് ഓഫ് അതർ ഹാൻഡിൽ. ഓക്കെ, ദെൻ അടുത്ത് ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ലിങ്ക് ഈസ് കാൽക്കുലേറ്റഡ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദ ഹാൻഡിൽ ടു ദ ഫസ്റ്റ് സെൻട്രൽ മെറ്റൽ റിംഗ്. ഓക്കെ, അതായത് ചെയിനിൻ്റെ ഔട്ടർ ഹാൻഡിലിൻ്റെ ഔട്ടർ മുതൽ ഫസ്റ്റ് സെൻട്രൽ മെറ്റൽ റിംഗ് വരെ. ഓക്കെ, ഫസ്റ്റ് സെൻട്രൽ മെറ്റൽ റിംഗ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ലിങ്ക് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാതെ ഇനി നമ്മൾ പറഞ്ഞു മെട്രിക് ചെയിൻ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് 20 മീറ്ററിലും 30 മീറ്ററിലാണ് അല്ലേ. 30 മീറ്ററിലും 20 മീറ്ററിലാണ് നമ്മൾ മെട്രിക് ചെയിൻ കോമൺ ആയിട്ട് കാണുന്നത്. ഓക്കെ, അടുത്താണ് നമ്മൾ 20 മീറ്റർ ചെയിനിലും 30 മീറ്റർ ചെയിനിൻ്റെയും കാര്യം പറഞ്ഞു. ഈ 20 മീറ്റർ ചെയിനിലും 30 മീറ്റർ ചെയിനിലും ഓരോ 1 മീറ്ററിലും ഓരോ 1 മീറ്ററിലും ബ്രാസ് റിങ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഓരോ 1 മീറ്ററിലും എന്തോന്ന് പ്രൊവൈഡ് ചെയ്യൂടാ? ബ്രാസ് റിങ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ 5 മീറ്ററിലും ഓരോ 5 മീറ്ററിലും എന്തോന്ന് പ്രൊവൈഡ് ചെയ്യും? ബ്രാസ് താലീസ് അല്ലെങ്കിൽ ടാഗ്സ് പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇതാണ് ആ താലീസ് എന്ന് പറയുന്നത്. അതിൽ ആ ഷേപ്പ് വരുന്നത് നമുക്ക് താഴോട്ട് നോക്കാം. ഇതാണിപ്പോൾ ആ താലീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 20 മീറ്റർ ചെയിൻ എടുത്താലും 30 മീറ്റർ ചെയിൻ എടുത്താലും ഓരോ 1 മീറ്ററിലും എന്തോന്ന് പ്രൊവൈഡ് ചെയ്യും? ബ്രാസ് റിങ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഓരോ 5 മീറ്ററിലും ഓരോ 5 മീറ്റർ ലെന്തിലും ബ്രാസ് താലീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇനി ഈ ബ്രാസ് താലീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ ബ്രാസ് താലീസ് തന്നെ സിംഗിൾ ഹെഡഡ് ബ്രാസ് താലിയുണ്ട്, ഡബിൾ ഹെഡഡ് ഉണ്ട്, ട്രിപ്പിൾ ഹെഡഡ് ഉണ്ട്. ഓക്കെ, ഈ സിംഗിൾ ഹെഡ് ഉള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? 5 മീറ്റർ. ഇപ്പോൾ ഇതൊരു 20 മീറ്റർ ചെയിനാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇതൊരു 20 മീറ്റർ ചെയിനാണ്. ദെൻ ഈ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ ആയപ്പോൾ 5 മീറ്ററായി. സോ ഇവിടെ നമ്മൾ സിംഗിൾ ഹെഡുള്ള ഒരു താലി നമ്മൾ യൂസ് ചെയ്യും. ദെൻ ഇത് മുതൽ ഇതുവരെ വീണ്ടും ഒരു 5 മീറ്ററായി. അപ്പോൾ ഇത് മുതൽ എത്രയായി? ഇതുവരെ 10 മീറ്ററായി. സോ ഇവിടെ നമ്മൾ ഡബിൾ ഹെഡഡ് ബ്രാസ് താലി കൊടുക്കും. ഓക്കെ, ഡബിൾ ഹെഡഡ് കൊടുക്കും. ദെൻ വീണ്ടും ഇത് മുതൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു 5 മീറ്റർ പോകുമ്പോൾ 15 മീറ്ററായി. സോ അവിടെ നമ്മൾ ഏത് കൊടുക്കുക? ട്രിപ്പിൾ ഹെഡഡ് താലി കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു താലീസ് ബ്രാസ് താലീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ 5 മീറ്ററിലും നമ്മൾ താലീസ് പ്രൊവൈഡ് ചെയ്യും. അതിൽ 5 മീറ്റർ ആണെങ്കിൽ സിംഗിൾ ഹെഡഡ്, 10 മീറ്റർ ആണെങ്കിൽ ഡബിൾ ഹെഡഡ്, 15 മീറ്റർ ആണെങ്കിൽ ട്രിപ്പിൾ ഹെഡഡ് താലീസാണ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ കാര്യമായി. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞു 5 മീറ്ററും 10 മീറ്ററും മെട്രിക് ചെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 5 മീറ്ററും 10 മീറ്ററും ചെയിനിൽ ഓരോ 1 മീറ്ററിലും താലീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഓരോ 1 മീറ്ററിലും താലീസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, 10 മീറ്റർ ചെയിൻ താലീസ് ആർ പ്രൊവൈഡ് അറ്റ് എവരി 1 മീറ്റർ. ഓരോ 1 മീറ്ററിലും താലീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതിലാണ്? 5 മീറ്റർ ചെയിനിലും 10 മീറ്റർ ചെയിനിലും. ഇനി 20 മീറ്റർ 30 മീറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ 1 മീറ്ററിലും പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ബ്രാസ് റിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ 1 മീറ്ററിലും ബ്രാസ് റിങ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഓരോ 5 മീറ്ററിലാണ് ബ്രാസ് താലീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതിൻ്റെ കേസിൽ? 20 മീറ്ററിലും 30 മീറ്ററിലും. ഓക്കെ, അതാണ് ഏതാ? മെട്രിക് ചെയിൻ. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് നോൺ മെട്രിക് ചെയിൻ. ഓക്കെ, നോൺ മെട്രിക് ചെയിൻ നോക്കാം. നോൺ മെട്രിക് ചെയിൻ 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എൻജിനീയേഴ്സ് ചെയിൻ, സർവേയേഴ്സ് ചെയിൻ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയാം. ദെൻ അടുത്തത് റവന്യൂ ചെയിൻ. അപ്പോൾ ഏതൊക്കെയാണ്? എൻജിനീയേഴ്സ് ചെയിൻ, സർവേയേഴ്സ് ചെയിൻ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ. ദെൻ അടുത്തത് റവന്യൂ ചെയിൻ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എൻജിനീയേഴ്സ് ചെയിൻ. ഓക്കെ, എൻജിനീയേഴ്സ് ചെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 100 ഫീറ്റ് ആണ്. ഓക്കെ, അത് ഓർമ്മിക്കാനായിട്ട് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് ബിടെക് എക്സാം ഒക്കെ കഴിഞ്ഞ് ബിടെക്കിന് നമ്മൾ പാസ്സായി 100% മാർക്കോടെ പാസ്സായെന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കത് ആ ഒരു 100 ഫീറ്റ് എന്ന് കിട്ടും. അപ്പോൾ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിച്ചിട്ട് 100% മാർക്കോടെ പാസ്സായി. സോ എഞ്ചിനീയേഴ്സ് ചെയിനിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 100 ഫീറ്റ് ആണ്. ദെൻ ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 ഫൂട്ടാണ്. ഓക്കെ, ഒരു ലിങ്കിൻ്റെ ലെങ്ത് 1 ഫൂട്ടാണ്. സോ നമ്പർ ഓഫ് ലിങ്ക് എത്ര ആയിരിക്കും? ഇവിടെ 100 ആയിരിക്കും. ഓക്കെ, മാറിപ്പോകരുത്. ടോട്ടൽ എഞ്ചിനീയേഴ്സ് ചെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 100 ഫീറ്റ് ആണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നമ്മൾ 100% മാർക്കോടെ പാസ്സായി. സോ എഞ്ചിനീയേഴ്സ് ചെയിനിൻ്റെ ലെങ്ത് 100 ഫീറ്റ് ആണ്. 1 ലിങ്ക് എന്ന് പറയുന്നത് 1 ഫൂട്ടാണ്. നമ്പർ ഓഫ് ലിങ്ക് എത്രയാണ്? 100 ആണ്. ഓക്കെ, ദെൻ അടുത്തതാണ് സർവേയേഴ്സ് ചെയിൻ. ഓക്കെ, സർവേയേഴ്സ് ചെയിനിൻ്റെ മറ്റൊരു പേരാണ് ഗണ്ടേഴ്സ് ചെയിൻ. ഓക്കെ, സർവേയേഴ്സ് ചെയിനിൻ്റെ മറ്റൊരു പേരാണ് ഏതാണ്ടാ? ഗണ്ടേഴ്സ് ചെയിൻ. ഈ സർവേയേഴ്സ് ചെയിനിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 66 ഫീറ്റ്. ഓക്കെ, സർവേയിൽ എസ് എടുക്കുക. എസ് 66, എസ് 66. ആ രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ഞാൻ കോഡ് പറയുന്നത്
നമുക്ക് പിന്നീട് നമ്മളിപ്പോൾ ഒരു എക്സാമിന് പോയി ഇരിക്കുമ്പോഴായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയർ ചെയ്യേണ്ടതാണോ 66 അല്ലെങ്കിൽ സർവേസ് ചെയ്യേണ്ടതാണോ 100, എഞ്ചിനീയർ ചെയ്യേണ്ടത് 100 ആണോ, അങ്ങനെ നമുക്ക് ഡൗട്ട് വരും. സോ ആ ഒരു ഡൗട്ട് വരാതിരിക്കാനാണ് ഈ ഒരു കോഡ് കൂടെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എഞ്ചിനീയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഓർമ്മിക്കും? എഞ്ചിനീയറിംഗ് പാസ്സായി 100% മാർക്ക് കൂടെ പാസ്സായി. ഇനി സർവേസ് ചെയ്യുന്നത് യെസ് ഉണ്ട്. സോ 66 ഫീറ്റ്. ഓക്കെ, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 66 ഫീറ്റ്. അവിടെ നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ലിങ്ക് 100 ആണ്. ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.66 ഫൂട്ടാണ്. ഓക്കെ, സർവേസ് ചെയിനിലും ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 0.66 ഫൂട്ടാണ്. സർവേസ് ചെയിൻ്റെ മറ്റൊരു പേര് ഏതാണ്? ഗണ്ടേഴ്സ് ചെയിൻ. ഓക്കെ, ഗണ്ടേഴ്സ് ചെയിൻ. ഈ സർവേസ് ചെയിനാണ് നമ്മൾ ഒരു മെഷർമെൻറ്റ് ഫർലോങ്ങിലോ, ഓക്കെ, ഫർലോങ്ങിലോ അല്ലെങ്കിൽ മൈൽസിലോ, ഓക്കെ, ഫർലോങ്ങിലോ മൈൽസിലോ എടുക്കണമെങ്കിൽ നമ്മൾ ഈ സർവേസ് ചെയിൻ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിനാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് റവന്യൂ ചെയിൻ. റവന്യൂ ചെയിൻ്റെ ടോട്ടൽ ലെങ്ത് 33 ഫീറ്റ് ആണ്. ഓക്കെ, റവന്യൂ ചെയിൻ്റെ ടോട്ടൽ ലെങ്ത് ഈ എഞ്ചിനീയർ ചെയിനും സർവേസ് ചെയിനും ഓർമ്മിക്കാൻ നമുക്ക് കോഡായി. സോ അത് ആ രീതിയിൽ ഓർമ്മിക്കുക. ദെൻ റവന്യൂ ചെയിൻ 33 ഫീറ്റ് എന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഇപ്പോൾ റവന്യൂ ചെയിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 33 ഫീറ്റ് ആണ്. ഓക്കെ, 33 ഫീറ്റ് ആണ്. അവിടുത്തെ നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ലിങ്ക് 16 ആണ്. ഓക്കെ, റവന്യൂ ചെയിനിൻ്റെ നമ്പർ ഓഫ് ലിങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ഓക്കെ, റവന്യൂ ചെയിനിൻ്റെ നമ്പർ ഓഫ് ലിങ്ക് എത്രയാണ്? 16 ആണ്. അവിടുത്തെ ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 33/16 ആണ്. ഓക്കെ, 33/16 ഫീറ്റ് ആണ്. ഓക്കെ, 33/16 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അതായിരിക്കും അവിടുത്തെ ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ 33/16 നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം, 2 1/16 എന്ന് എഴുതാം. ഓക്കെ, 2 1/16 ഫീറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നോൺ മെട്രിക് ചെയിൻ ഏതൊക്കെയാണ്? എഞ്ചിനീയേഴ്സ് ചെയിനുണ്ട്, സർവേസ് ചെയിൻ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിനുണ്ട്, റവന്യൂ ചെയിനുണ്ട്. ഓക്കെ, ഇനി ഈ നമ്മൾ റവന്യൂ ചെയിൻ പഠിച്ചു. ഈ റവന്യൂ ചെയിൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? റവന്യൂ സർവേയിലാണല്ലേ. റവന്യൂ സർവേ അല്ലെങ്കിൽ കഡസ്ട്രിയൽ സർവേയിലാണ് നമ്മൾ ഈ റവന്യൂ ചെയിൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ടെസ്റ്റിംഗ് ഓഫ് ചെയിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. ഇപ്പം ചെയിൻ നമ്മൾ യൂസ് ചെയ്ത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ലെങ്തിലൊക്കെ ചെറിയ വേരിയേഷൻസ് സംഭവിക്കാം. ഓക്കെ, ആ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ചെയിനിൻ്റെ കറക്ഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ ചെയ്യുന്നൊരു ടെസ്റ്റാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ സ്റ്റീൽ ടാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ചെയിനിൻ്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻസ് ഉണ്ട്. അവിടുത്തെ ടെമ്പറേച്ചർ, ആ ചെയിനിൻ്റെ ടെമ്പറേച്ചർ എത്ര ആയിരിക്കും? 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, ചെയിനിൻ്റെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ ചെയിൻ നമ്മൾ വലിച്ച് ടൈറ്റാക്കി പിടിച്ചിരിക്കും. സോ ചെയിനിൻ്റെ 2 എൻഡിനും ഒരു 8 കിലോയുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പുള്ള് നമ്മളവിടെ ഇട്ടിരിക്കുക, ഹാങ് ചെയ്തിട്ടിരിക്കും. അങ്ങനെ 2 എൻഡിലും 8 കിലോ ഉള്ള ഒരു പുള്ള് നമ്മൾ ഇട്ടിട്ടായിരിക്കും ചെയിനിനെ നമ്മൾ സ്റ്റീൽ ടാപ്പ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ചെറിയ ഇറർ ഉണ്ടെങ്കിൽ നമ്മളതിനെ കറക്റ്റ് ചെയ്യും. ഇനി ഈ ഒരു പെർമിസിബിൾ ഇറർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഓക്കെ, പെർമിസിബിൾ ഇറർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടിടാം. അതായത് 5 മീറ്റർ ലെങ്ത് ഉള്ളതും 10 മീറ്റർ ലെങ്ത് ഉള്ള ചെയിനും ആണെങ്കിൽ അവിടുത്തെ പെർമിസിബിൾ ഇറർ എന്ന് പറയുന്നത് എത്രയാണ്? ±3 mm. ഓക്കെ, ±3 mm ആണ്. അതായത് ഇപ്പോൾ ഒരു 20 മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ ചെയിനിനും 10 മീറ്റർ ചെയിനിൻ്റെ പെർമിസിബിൾ ഇറർ എന്ന് പറയുന്നത് ±3 mm ആണ്. അതായത് 3 mm കുറവോ അല്ലെങ്കിൽ 3 mm കൂടുതലോ വന്നാൽ നമുക്കൊരു ആ ചെയിനിനെ കറക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതിനാണ് പെർമിസിബിൾ ഇറർ എന്ന് പറയുന്നത്. ഇനി 3 mm കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ ആ ചെയിനിനെ കറക്ഷൻ ചെയ്യണം. ഓക്കെ, ദെൻ അതാണ്. അപ്പോൾ 5 മീറ്ററിലും 10 മീറ്ററിലും അവിടുത്തെ പെർമിസിബിൾ ഇറർ എന്ന് പറയുന്നത് ±3 mm ആണ്. ദെൻ അടുത്ത് 20 മീറ്ററിലാണെങ്കിൽ ±5 mm ആണ്. ഓക്കെ, 20 മീറ്ററിലാണെങ്കിൽ ±5 mm ആണ്. 30 മീറ്റർ ആണെങ്കിൽ ±8 mm ആണ്. ഓക്കെ, 30 മീറ്റർ ആണെങ്കിൽ ±8 mm ആണ് അവിടുത്തെ പെർമിസിബിൾ ഇറർ എന്ന് പറയുന്നത്. ഓക്കെ,